ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് സ്വതക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതായത് ദാനധർമ്മം പിറ്റേന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അൻസാറുകളിൽപ്പെട്ട അലബ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അള്ളാഹുവേ, എൻ്റെ കയ്യിൽ ദാനമായി നൽകാൻ ഒന്നുമില്ലല്ലോ. പിന്നെ അദ്ദേഹം ആലോചിച്ചു, അള്ളാഹുവേ, എൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇളവ് ചെയ്തു കൊടുത്തിരിക്കുന്നു, പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു, അതാണ് എൻ്റെ ദാനം എന്ന് അദ്ദേഹം ചിന്തിച്ചു. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാനം സ്വീകരിക്കുന്നതിനിടയിൽ ചോദിച്ചു, ഇന്നലെ ആരാണ് സ്വന്തം അഭിമാനം ദാനം ചെയ്ത വ്യക്തി എന്ന് ചോദിച്ചു. അപ്പോൾ അലബ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു നിന്റെ ദാനം സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും, പരിഹസിച്ചിട്ടുണ്ടാവും. അത് പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അത് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് ഒരു സ്വതക്കയുടെ ഭാഗമാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാണ് എന്നുകൂടി അറിയുന്നത് നന്നായിരിക്കും. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പണി. അങ്ങനെ ഹൃദയശുദ്ധിയോട് കൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനും കഴിയുകയുള്ളൂ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശാന്തമായ, സ്വസ്ഥമായ, ശുദ്ധമായ ഹൃദയവുമായിട്ടല്ലാതെ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അള്ളാഹുവേ, ഞങ്ങളൊക്കെ അതിന് പ്രാപ്തരാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.